ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് അത്യാവശ്യം ഒരു 14 ഇഞ്ചിൻ്റെ ബേസുള്ള ഒരു ക്ലോക്കാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ബേസ് എടുത്തിട്ട് ഇതുപോലെ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് സെൻറ്ററിലായിട്ട് ഒരു സ്പോഞ്ച് വെച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് വ്യത്യസ്തമായിട്ട് ആണ് ക്ലോക്ക് ഉണ്ടാക്കുന്നത്. കാരണം വേറൊന്നുമല്ല, കസ്റ്റമറിന് പെട്ടെന്ന്, അതായത് ഞാൻ ഇന്നലെ നൈറ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പിറ്റേ ദിവസം ഈവനിങ് ആകുമ്പോഴേക്കും അവർക്ക് ഈ ഒരു ഗിഫ്റ്റ് ചെയ്യാനാണ്. അവരെ ഒരു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവരുടെ ഫാമിലി ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു റെസിൻ ക്ലോക്ക് അവർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. നോർമലി ഞാൻ അങ്ങനെ വർക്ക് ഏറ്റെടുക്കാറില്ല, പക്ഷേ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ദെൻ സൈഡിൽ ഞാൻ ഒരു പർപ്പിൾ കളറ്, ആ ഒരു ഗ്രേപ്പ് കളറ് ഇങ്ങനെ സ്പോഞ്ച് വെച്ച് അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റോൺസ് അതിലേക്ക് കുറച്ച് റെസിന് വെച്ച് കുറച്ച് പർപ്പിൾ, ആ ഒരു മുന്തിരി ഗ്രേപ്പ് കളറില്ലേ, ആ കളറും കൂടി ഒന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. അവരുടെ ഫോട്ടോ സെൻട്രലായി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ഡ്രസ് കോമ്പിനേഷൻ ആ ഒരു പർപ്പിൾ കളർ ആയതുകൊണ്ടാണ് ഞാനൊരു ബേസും ആ ഒരു കളർ തീമിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചു. ദെൻ നമ്മൾ മാസ്കിങ് ടാപ്പ് ഒട്ടിച്ചിട്ട് ബോർഡറിലൊക്കെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ സ്റ്റോൺസ് ഒന്ന് ബോർഡറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തീം സെലക്ട് ചെയ്തത് അതുകൊണ്ടാണ്. ആ ഒരു പർപ്പിൾ കളറിന് മാച്ചായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ചോയ്സിന് കിട്ടുന്നതാണ് അവർക്ക്. അതിൻ്റെ മേലെ നമ്മൾ പ്യുവർ പ്ലെയിൻ ഡ്രസ്സിന് വെച്ചെടുത്ത് എല്ലാ സൈഡിലേക്കും ഒരുപോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സൈഡിലും കറക്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് പ്ലെയിൻ ഡ്രസ്സിനാണ് വെച്ചെടുക്കുന്നത്. എന്നിട്ട് എല്ലാ സൈഡും ഒരുപോലെ ആക്കി കൊടുക്കുകയാണ്. ദെൻ ആ ഫോട്ടോൻ്റെ ബോർഡറിന് കുറച്ച് ഭംഗിക്ക് വേണ്ടി നമ്മുടെ സിൽവർ ലീഫ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിൻ്റെ ഇങ്ങനെ ആ ഒരു ബോർഡർ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് ചെയ്യുന്നത്. ദെൻ കണ്ടോ, ആ ഒരു സർക്കിൾ നമുക്ക് കവർ ചെയ്ത് കിട്ടും. അതായത് ആ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. കുറച്ചൊരു നല്ല ഭംഗിയായിട്ട് ആ ഒരു സിൽവർ ആ ഒരു പർപ്പിൾ കോമ്പിനേഷനിൽ ചെയ്യാൻ വിചാരിച്ചു. ദെൻ നമ്മൾ ബബിൾ റിമൂവിങ് സ്പ്രേ ചെയ്തു. പിറ്റേന്ന് ആഫ്റ്റർ 1 ഡേ, അതായത് 24 മണിക്കൂറിന് ശേഷം ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ഈ അൽക്കുലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. മാർക്കർ വെച്ച് നമ്മുടെ സിൽവർ കളർ മാർക്കർ വെച്ച് ബോർഡറൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ ബോർഡറിനൊക്കെ സിൽവർ മാർക്കർ വെച്ച് ചെയ്യുന്നുണ്ട്. സിൽവർ നീഡിൽ കിട്ടിയില്ല. ഗോൾഡ് നീഡിൽ വെച്ചപ്പോൾ വല്ലാത്ത ബോറായി തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഒരു മാർക്കർ വെച്ച് തന്നെ ഡിജിറ്റ്സും വരച്ചെടുത്തു. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, കുറേ കടയിൽ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഗോൾഡ് നീഡിൽ അത് സ്യൂട്ടാവുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഡിജിറ്റ്സൊക്കെ ഞാൻ തന്നെ വരച്ചു. നമ്മൾ അതിൻ്റെ നീഡിലും ക്ലോക്കിൻ്റെ മെഷീനും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മെഷീനും ക്ലോക്കിൻ്റെ നീഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഡെലിവറി ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. കാരണം ഒട്ടും ടൈമില്ലാതെ കുറഞ്ഞ ടൈമിലെടുത്ത ഒരു വർക്കാണിത്. അപ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. എന്തായാലും കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടമായി, അവർ ഹാപ്പിയായി. അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.